എന്ത് പറ്റി നോക്കിയതെ ട്ടോ പോയി നോക്കിട്ട് വരട്ടെ. നോക്കിട്ട് എന്താ പോവാ. കക്കാടംപോയല്ലോ അത് വന്നതായിരുന്നു. ചെറിയൊരു പ്രശ്നം, വലിയ പ്രശ്നമൊന്നുമില്ല. ഉള്ളിലെത്തിയപ്പോൾ ആലോചിച്ച പെട്രോൾ അടിച്ചില്ല, അത് വണ്ടി ഓഫായി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ തലയിൽ ചൊട്ടി നിൽക്കുന്നു. വഴി തിരയാൻ വേണ്ടി പോയ ആകാശ് നിന്നിട്ട് വഴി നോക്കാൻ വേണ്ടി പോകുന്ന ഒരാൾ. ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ച് നേച്ചറായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഭക്തൻ. അറിയാണെങ്കിൽ പറ്റുന്നല്ലോ. കണ്ണിലൊക്കെ ഞാൻ കളിക്കും. അതിന്റെ പെട്രോൾ തീർന്നു കേട്ടോ. എന്റെ കല്ല് വയറ് പിടിച്ചാൽ സിനിമ കിട്ടും. എടാ തിരിച്ചു പോകാൻ പെട്രോൾ ഉണ്ടാവുക. നമ്മൾ ഉന്തി കൊണ്ടോണ്ട് അങ്ങോട്ട് പോണ്ട. തീർന്ന് അതിനകത്ത് എന്തെയുണ്ടോ? അയ്യോ പോവേ. അയ്യോ ആകാശിനെ തേടി വന്ന് മഴനെ കാണുന്നില്ല. റേഞ്ചില്ലാത്ത നടക്കാത്ത എന്താ, നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വന്നു, കണ്ടിരിക്കും. ഫാളും തേടി ഉള്ളൊരു യാത്ര. എവിടെയാണെന്ന് പോലും അറിയില്ല, റേഞ്ചും ഇല്ല. അവിടെ ഉണ്ടോ ആകാശ്? ഓ, ആളെ കിട്ടി, കാണാണ്ടേ ആള് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. ഒരുമാതിരി സൈമൺസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. ഇവരെന്താ എടുക്കുന്നൊക്കെ? എന്താ എടുക്കുന്നത്? എന്താ ഷൂട്ട് ചെയ്ത്? ഇവരെന്താ എടുക്കുന്നൊക്കെ? എന്താ എടുക്കുന്നത്? എന്താ ഷൂട്ട് ചെയ്ത്? മയില്
മനസ്സിലായില്ല? വാളുപേട്ട. അപ്പോ കത്തി ചോട്ട മുങ്ങുന്നതിന്റെ ചോട്ട മുംബൈ. ഒറ്റ കൊമ്പ്. അങ്ങോട്ട് പോണോ? അവിടെ പോണല്ലേ? 10 മീറ്റർ അപ്പുറത്താ. അവിടെ ഇറങ്ങുന്നത് കുഴപ്പമില്ലല്ലേ? ഓക്കെ ശരി. വാസുപോയാനെ തീരി പോലെ ഞാൻ ഇവരെ കൊണ്ട് അങ്ങനെ ഉപകാരം കിട്ടും. ഓ കാടളക്കി വരുന്ന ഒറ്റക്കൊമ്പേ. അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടത്തിന് ശേഷം നമ്മളിതായി ഇവരിത് കാടളക്കി പുറക്കിയല്ലോ. വേണ്ട വേണ്ട, പോലീസാണ് മാറ്റിക്കരുത്, പോലീസ് എടുക്കണതാണ് മാറ്റിക്കരുത്. എന്താ മെല്ലെ മതി, മെല്ലെ എല്ലാം നോക്കി ഇറങ്ങും. ഓ കാണ് ശബശോഭയിൽ തെളിയുന്ന ദ്രോണ. വിജയം കിടഞ്ഞു. ശംഖമാം ദ്രോണ ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. അങ്ങനെ നമ്മൾ വാട്ടർഫോൾ കണ്ടെത്തുന്നു പറഞ്ഞു. വാട്ടർഫോൾ കണ്ടെത്തി കുറച്ചും കൂടി അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാണ്ട്. മൈൽസ് മൊറാൽസ് ആണെന്ന് തോന്നുന്നു കിടന്നുറങ്ങുന്നത് കണ്ടില്ല. ഇന്ത്യയുടെ കാട്ടാവകാശ പാറപ്പുറത്തിരുന്ന് കിടക്കും.